എഴുതിയത് മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഞാനിപ്പോഴത് ഓർത്ത്. എന്റെ തലക്കടിച്ചവനവിടെ പേര് പറഞ്ഞിരുന്നു. നേരത്തെ എനിക്കത് ഓർമ്മ വന്നില്ല. ഇപ്പോഴോർത്ത്. ഞാൻ പറഞ്ഞില്ലേ നമ്മളറിയാതെ അവൾക്ക് രക്ഷകനുണ്ടെന്ന്. അവനെല്ലാം ചെയ്യുന്നു. ആദ്യം വിവാഹം മുടക്കാൻ വേണ്ടി, പിന്നെ അവൾക്ക് എല്ലാം മനസ്സിലാവാൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട അവളെ കുറിച്ച് യാതൊരു തുമ്പും നമുക്ക് കിട്ടിയില്ല. കാരണം ഇതിനോടൊക്കെ അവളെ അവൻ സുരക്ഷിത സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടാവും. ഇപ്പോ ഇതും അവന്റെ കളിയാ. അതിന് നമ്മളറിയാത്തൊരു ബന്ധം അവൾക്കില്ലല്ലോ. മാത്രമല്ല നിന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞ അവൾക്ക് മുമ്പിൽ തെളിവ് സഹിതം കാണിച്ച് രക്ഷിക്കാൻ അവൾക്കാരുള്ളത്. അവൻ ആരായാലും ആളൊരു ബുദ്ധിമാനാ. അവനറിയാം വെറുതെ പറഞ്ഞാലൊന്നും അവൾ എന്നെ കുറിച്ച് വിശ്വസിക്കില്ലെന്ന്. അതുകൊണ്ടാ എന്റെ വായിൽ നിന്ന് തന്നെ തെളിവ് സഹിതം അവൾക്ക് മനസ്സിലാവാൻ ആ രാത്രിയിൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. എടാ, പക്ഷെ അന്ന് അവളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ കാണേണ്ടല്ലേ അവളെ എന്റെ തലക്കടിച്ചത്. ബോധം മറിയുന്നവരെ ഞാൻ ആരും കണ്ടിട്ടില്ല. സന്ദീപ് അവന്റെ സംശയം പറഞ്ഞു. മറിഞ്ഞു നിന്ന് അവളെ രക്ഷിക്കുന്നതിന് എങ്ങനെയാടാ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്? കാർത്തി പറഞ്ഞു. സന്ദീപ് അത് ആലോചിച്ചു. അവളെ എത്രയും വേഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ നിനക്ക് ഇനിയും ആപത്തുണ്ടാവും. എന്തായാലും ഇന്ന് തന്നെ ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളും അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ആരും അറിയാതെ രഹസ്യമായിട്ട് ഒരു അന്വേഷണം നടത്താൻ നമ്മുടെ ആൾക്കാരോട് പറയണം. ശങ്കരാവ് പറഞ്ഞതും കാർത്തിയും സന്ദീപ് അതിനോട് യോജിച്ചു. ഇതിനൊക്കെ അവൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കാർത്തിക് പല്ലേരിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ ഒന്നും പോരടാ, ഓരോ നിമിഷവും മരണത്തെയും കാത്തി കിടക്കണം, അല്ലെങ്കിൽ അത് അനുഭവിപ്പിക്കണം. സന്ദീപ് പറഞ്ഞതും കാർത്തിക് ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ തട്ടി. ചേട്ടാ, ഈ ശങ്കർ എന്ന് പറയുന്ന ആളുടെ വീടറിയോ? ആനന്ദ് ആദ്യം കൊടുത്ത അഡ്രസ്സിൽ അവനെ കുറിച്ച് തിരക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ചെന്നു. ഒരു കട കണ്ടതും അവൻ അവിടെ കയറി ചോദിച്ചു. ശങ്കറോ? ഏത് ശങ്കർ? അയാൾ അവരോട് തിരിച്ചു ചോദിച്ചു. പിന്നെ ചേട്ടാ, അയാൾക്കൊരു മകനുണ്ട്, കാർത്തിക് എന്ന പേര്, അറിയോ? ആനന്ദ് ചോദിച്ചാൽ കടയിലിരുന്നവർ പരസ്പരം നോക്കി. കടയിലിരുന്ന് അത്യാവശ്യം പ്രായമായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്നു. മോനെ എവിടുന്നാ? അയാൾ അവനെ നോക്കി ചോദിച്ചു. ചേട്ടാ, കാർത്തിക് ഒരു ജോലി എടുത്തിരുന്നു, അതിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കാൻ കമ്പനിയിൽ നിന്ന് വരുന്ന. അവരെ കുറിച്ച് എനിക്ക് അറിയണമായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും അറിയെങ്കിൽ പറയോ? എടാ മോനെ, അതിന് നീ അവരുടെ വീട്ടിലേക്ക് ചെന്നാ പോരെ. അവിടെ ചെല്ലുമ്പോ അവരോട് നേരിട്ട് ചോദിച്ചാൽ അറിയാലോ കാര്യങ്ങള്. കടക്കാരൻ അവനോട് പറഞ്ഞ് ആനന്ദ് അടുത്തുനിന്ന് ആളെ നോക്കി. മോൻ വാ, എന്റെ വീടിവിടെ അടുത്താ, വീട്ടിൽ ചെന്ന് സംസാരിക്കാം. അയാൾ പറഞ്ഞു. ആനന്ദ് തലകുലുക്കി കാണിച്ചു. അത് കണ്ടത് അയാൾ അവന്റെ ബൈക്കിന് പുറകെ കയറിയിരുന്നു. കുറച്ച് മുന്നോട്ട് പോയതും ഒരു ഓടിയിട്ട് വീണ്ടും മുമ്പിലെത്തിയതും ആനന്ദ് വണ്ടി നിർത്തി. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വാ മോനെ, അകത്തിരുന്ന് സംസാരിക്കാം. അയാൾ വിളിച്ചതും അവനകത്തേക്ക് കയറിയിരുന്നു. അപ്പോഴേക്കൊരു സ്ത്രീ വന്ന് അയാളുടെ അടുത്തായി നിന്നു. മോൻ എന്താ അറിയണ്ടേ? ഇനി ചോദിക്കുക. അയാൾ പറഞ്ഞതും ആനന്ദ് സംശയത്തിൽ നോക്കി. ചേട്ടനാണോ ശങ്കർ? അവൻ സംശയത്തിൽ ചോദിച്ചു. അയ്യോ അല്ല മോനെ, ഇവിടെ അടുത്തൊരു തറവാട് വീടുണ്ട്, അവിടെയുള്ളയാളെ മോൻ അന്വേഷിച്ചു വന്ന ശങ്കറും അവന്റെ മോൻ കാർത്തികും. മോൻ തൽക്കാലം അവിടേക്ക് പോവാത്താ നല്ലത്. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ മാത്രം പോയാൽ മതി. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞ്? അത് പിന്നെ മോനെ, ഇപ്പൊ അച്ഛൻ്റെയും മോനെയും സ്വഭാവം പഴയതുപോലെ നല്ല, കാണുന്നവർ മുഴുവൻ കലിയാ. അതെന്തു പറ്റി? ഒരു മാസം മുമ്പ് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ആർഭാടായിട്ടൊരു കല്യാണം നടക്കാനിരുന്ന വീടല്ലായിരുന്നോ അത്? കല്യാണത്തിന്റെ അന്ന് പെണ്ണിനെ കാണാനില്ല. ആരുടെങ്കിലും കൂടെ പോയോന്നോ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നോ ആർക്കും അറിയില്ല. അതിൽ കൂടുതൽ ഇനിയിപ്പോ എന്തു പറ്റാനാ? അയാളുടെ അടുത്ത് നിന്ന് സ്ത്രീ പറഞ്ഞതും ആനന്ദ് വിശ്വാസം വരാതെ അയാളെ നോക്കി. അതേ മോനെ, പെൺകൊച്ച ആ വീട്ടിലെ തന്നെ കുട്ടിയാ. അവര് പെങ്ങള് ആങ്ങളമാരുടെ മക്കള്, വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഇവിടെ നാട്ടുകാർക്ക് മൊത്തം അറിയാം അവരുടെ ഇഷ്ടം. ഞങ്ങൾ കാണുന്ന വരുന്നവും പോകുന്നൊക്കെ. പക്ഷെ പെട്ടെന്ന് എന്താ പറ്റിയെന്നറിയില്ല, ആ കൊച്ചിനെ കാണാനില്ല. കല്യാണത്തിന്റെ തലേന്ന് വരെ ആ പയ്യൻ എല്ലാവരോടും വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. കല്യാണം മുടങ്ങിയോടെ അവന്റെ സ്വഭാവം മുഴുവൻ മാറി. എല്ലാവരോടും ദേഷ്യമൊക്കെയാ. പോരാത്തതിന് കള്ളുകൂടിയൊക്കെ ഉണ്ടെന്നാ എല്ലാവരും പറയുന്നേ. അല്ലേ ചേട്ടാ, ആ വീട്ടിലെ പെൺകുട്ടിയുടെ പേരെന്താ? ആ കുട്ടി എങ്ങനെയാ? നക്ഷത്ര എന്നാ അതിന്റെ പേര്. അതൊരു പാവാ സാറേ. എല്ലാവരോടും വലിയ കാര്യവും സ്നേഹമൊക്കെയാ. ഒരു സുന്ദരി കൊച്ച്. ഇങ്ങേർക്ക് വയ്യാണ്ടായപ്പോൾ ആ കൊച്ച് കുറച്ച് പൈസ ഒക്കെ തന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനെ കാണാൻ കൂടിയില്ലെന്ന് കേട്ടപ്പോ ഉള്ളിൽ എന്തോ ഒരു വേദനയാ. ആ സ്ത്രീ പറഞ്ഞു. ആനന്ദ് കേട്ട് അറിയാതെ ഒന്ന് ചിരിച്ചു. അപ്പൊ അവിടെ അച്ഛനും അമ്മയും? അവരാ വീട്ടിലുണ്ടാവും. ആ സംഭവശേഷം രാധിയെ പുറത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഗിരിയേട്ടൻ ഇപ്പൊ ഇടയ്ക്കൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം. പിന്നെ ശങ്കർ ആളൊരു തരികിടയാ. കുറച്ച് കയ്യിലിരിപ്പുള്ള ആളെ വിട്ട് തല്ലിപ്പൊക്കൊണ്ടെന്നാ എല്ലാവരും പറയുന്നത്. അത് കേട്ടത് അവനൊന്ന് മൂളി. ഈ കാർത്തികയുടെ പഠിച്ചെന്നെന്തെങ്കിലും അറിയോ? ഇല്ല മോനെ, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെയൊക്കെ ഞങ്ങൾക്കും അറിയൂ. ശരി കേട്ടോ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. പറഞ്ഞതിന് താങ്ക്സ് കേട്ടോ. അതും പറഞ്ഞ് ആനന്ദ് പുറത്തിറങ്ങിയത് അയാൾ ചിരിച്ചു കാണിച്ചു. അവൻ വണ്ടിയെടുത്ത് അവിടെ തിരിച്ചു. ഇനി പറയേണ്ട ലച്ചുവാണ്. എന്നാലും ഇതിനൊരു പൂർണ്ണത ഉണ്ടാവും. അപ്പൊ കാർത്തികും ലച്ചുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. വിവാഹ തലേന്നെന്തിനാ അവൾ പിന്നെ ഇറങ്ങി ഓടിയത്? അതിന്റെ കാരണം എന്താ? വഴിയിലൂടെ നീളം അവന്റെ ചിന്ത ലച്ചുവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. വീടെത്തിയതും അവൻ നേരെ അകത്തേക്ക് കയറി ചെന്നു. ലച്ചുവിടെ അമ്മേ. അവന് വിളിയേട്ടം കഴിച്ചുകൊണ്ടിരുന്ന ആര്യ ചുമക്കാൻ തുടങ്ങി. വലിയേട്ടോയ്, ഇവിടെ ഞങ്ങളുണ്ട്. എപ്പോ വന്നാലും ഇപ്പൊ ആദ്യം ലച്ചേച്ചിയാണ് തിരക്കുന്നത്.
ലച്ചിയോട് അമ്മയെ ലച്ചി കഴിച്ചോ അമ്മയെ ലച്ചി കിടന്നോ അമ്മേ മൊത്തം ചേച്ചിയെ കുറിച്ചാണല്ലോ ഞങ്ങളെ ഒന്നും കാണുന്നില്ലേ? ആര്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളെ നോക്കി. ഓടി കാന്താരി. അവൻ അവളെ നോക്കി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. നോക്കുമ്പോൾ അമ്മയ്ക്കൊപ്പം ഇവിടെ ഇരുന്ന് കാര്യമായ പണിയിലാണ് കക്ഷി. അവരൊന്നിച്ച് കണ്ടതും അവൻ അറിയാതെ കണ്ട് ചിരിച്ചു. നീ വന്നോ, പോയിരിക്കേ, ചോറെടുക്കാം. അമ്മ പറഞ്ഞതും ആനന്ദ് കണ്ണുകൊണ്ട് ലച്ചുവിനോട് എന്തോ കാണിച്ചതും അവൾ അതെന്താ എന്ന മട്ടിൽ അവനെ നോക്കി. അത് കണ്ടതും അമ്മ ഫുഡ് എടുത്ത് ഹാളിലേക്ക് പോയി. രാവിലെ പറഞ്ഞ് മറന്നുപോയോ? തനിക്ക് താല്പര്യം ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പോയി റെഡി ആയിട്ട് വാ. അത് പറഞ്ഞ് ആനന്ദ് ഹാളിലേക്ക് നടന്നു. കിച്ചണിലേക്ക് പോയി അവനെ നോക്കി ടെൻഷൻ അടിച്ചിരുന്ന പ്രിയ സമാധാനത്തോടെ നോക്കി. പുറകെ വരുന്ന ലച്ചുവിനെ കണ്ടതും അവളുടെ മുഖം മങ്ങി. ലച്ചു നേരെ റൂമിലേക്ക് കയറിപ്പോയി. എപ്പോ നോക്കിയാലും ഇവളുടെ പറയുകയാണല്ലോ, ലച്ചു ലച്ചു ലച്ചു, എപ്പോഴും ഈ പേര് മാത്രം. ഞാൻ അറിയേണ്ട എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കള്ളം പറഞ്ഞെന്നെ വിഡ്ഢിയാക്കാൻ ആരും കരുതണ്ട. അവൾ കഴിക്കാനിരുന്ന ആനന്ദിനെ നോക്കി മനസ്സിൽ പറഞ്ഞു. ആനന്ദ് കഴിച്ചെഴുന്നേറ്റതും ലച്ചു റെഡിയായി താഴേക്ക് വന്നു. അല്ല ലച്ചു ചേച്ചി, ഇത് എവിടെ പോവാ? അത് പിന്നെ ഞാൻ ആര്യ ചോദിച്ചോ. ലച്ചു പെറുക്കി പെറുക്കി പറഞ്ഞുകൊണ്ട് ആനന്ദിനെ നോക്കി. ഞാൻ ഇവളെ കൊണ്ട് പുറത്തു പോവാ, വൈകിട്ട് തിരിച്ചു വരും. ആനന്ദ് എല്ലാവരോടുമായി പറഞ്ഞതും ആര്യയുടെയും കാവ്യയുടെയും മുഖത്ത് കള്ളച്ചിരി വിരിഞ്ഞു. അമ്മ സമ്മതമെന്നോണം തലയാട്ടി കാണിച്ചു. പ്രിയ ദേഷ്യത്തിൽ ലച്ചുവിനെ നോക്കി. ഇറങ്ങാം, അവൻ അവളോടായി ചോദിച്ച് അവൾ തലയാട്ടി. ആനന്ദ് മുന്നേ ഇറങ്ങിയതും ലച്ചു അവന്റെ പുറകെ ചെന്നു. അവൻ ബൈക്ക് എടുത്ത് ഇറങ്ങുന്ന കണ്ട് ലച്ചു ഒന്ന് മടിച്ചു നിന്നു. അത് കണ്ടതും ആര്യ അവളെ പിടിച്ച് അവന്റെ അടുത്തുകൊണ്ട് നിർത്തി. കേറിക്ക് അങ്ങോട്ട്, നിന്ന് ലാസ്റ്റ് വെയിലിറങ്ങും. ആര്യ അവളെ പിടിച്ച് വണ്ടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞതും ലച്ചു അവളെ ദയനീയമായി നോക്കി. ഇനി ഈ കൈയേട്ടിന്റെ തോളിലേക്ക് വെക്ക്, ആര്യ പറഞ്ഞു. ലച്ചു അവളെ തുറിച്ചു നോക്കി. വേണ്ട, ഞാനിവിടെ പിടിച്ചോളാം, സൈഡിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവസാനം വീണിട്ട് മോങ്ങരുതേ, കാവ്യ ഒന്ന് പറഞ്ഞു. ലച്ചു അവളെ ആരെയും നോക്കി തലകുലുക്കി. അതി തിരിച്ചു വരുമ്പോ ചേച്ചിയുടെ ഹൃദയം കീഴക്കിട്ട് വേണം വരാൻ എന്റെ ഏട്ടൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമല്ല ചേച്ചിയെ, ആര്യ അവന്റെ ചെവിയിൽ പറഞ്ഞ് അവൻ ചിരിച്ചു കാണിച്ചു. ആനന്ദ് വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങിയതും ബൈക്കിന്റെ സ്പീഡിൽ അവളുടെ കൈ പേടിച്ച് അവന്റെ തോളിൽ ചെന്ന് മുറുക്കി പിടിച്ചു. അത് കണ്ടത് അവനൊന്ന് ചിരിച്ചു. പെട്ടെന്ന് അവൾ കൈ പിൻവലിച്ചതും അവൻ കണ്ണാടിയിൽ കൂടി അവളെ നോക്കി. പേടിക്കണ്ട, പിടിച്ചിരുന്നോ, ഇല്ലെങ്കിൽ ഓടിക്കിടക്കും, അവൻ പറഞ്ഞതും അവൾ അവന്റെ തോളിൽ കൈവച്ച് പിടിച്ചു. അവർ പോകുന്ന കണ്ട പ്രിയ ദേഷ്യത്തിൽ റൂമിലേക്ക് കയറിപ്പോയി. അത് കണ്ടതും ആനന്ദിന്റെ അമ്മ അവിടെ പുറകെ ചെന്നു. റൂമിൽ പ്രിയ കുറച്ചു മുമ്പ് കണ്ട രംഗങ്ങളോർത്ത് ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. മോളെ പ്രിയേ, അമ്മ വിളിച്ച് അവൾ തിരിഞ്ഞു നോക്കി. ദേഷ്യം മറച്ചുകൊണ്ട് ചിരിച്ചു കാണിച്ചു. എന്താ ആന്റി? എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കണം. എനിക്കറിയാം നിനക്ക് നന്ദുവിനെ ഇപ്പോഴും ഇഷ്ടമാണെന്ന്, പക്ഷെ അവനത് ഇന്ന് ഉൾക്കൊള്ളാൻ അംഗീകരിക്കാനും തയ്യാറല്ല. ഇനി അവന്റെ പിറകെ നടന്ന് മോളുടെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ആന്റി എന്താ ഉദ്ദേശിച്ചത്? മോളെ, ഇതുവരെ ഉള്ളെല്ലാം മറന്ന് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. പെട്ടെന്ന് വേണമെന്ന് ഞാൻ പറയില്ല, സമയമെടുത്ത് ചിന്തിച്ച് മനസ്സിനെ മാറ്റണം. മോളിങ്ങനെ നിന്ന സുമതിക്ക് എന്നോട് ഇവിടെ ഉള്ളവരോടൊക്കെ ദേഷ്യം ഉണ്ടാവും. അത് ചിലപ്പോൾ നിന്റെ കൂടപ്പിറപ്പിന്റെ ജീവിതം വരെ ഇല്ലാതാക്കാൻ കാരണമാവും. ഏയ് ആന്റി പേടിക്കണ്ട, ഞാൻ കാരണം കാവ്യയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നന്ദുവിനെ മറക്കാൻ എന്നെ കൊണ്ടാവില്ല. സ്നേഹം പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും അറിയാം, പക്ഷെ അവനെ കാണുമ്പോൾ അറിയാതെ ഞാൻ ആഗ്രഹിച്ചു പോവാറുണ്ട്. എല്ലാവരും എൻ്റെ പ്രായത്തിന്റെ പ്രശ്നമാണെന്നായിരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത്, പക്ഷെ ഒരിക്കലും എനിക്ക് അങ്ങനെയല്ല. ആന്റി സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ അവൻ എന്നെ വിവാഹം ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. അവൻ ആദ്യം കണ്ടത് സ്നേഹിച്ചല്ല ഞാനല്ലേ ആന്റി. അവിടെ മറ്റൊരാൾ വന്നാൽ നോക്കിൽക്ക് എന്നെ കൊണ്ടാവുമോ? പ്രിയമോളെ, ഞാൻ നിന്റെ നല്ലതിനാ പറയുന്നത്. നിനക്ക് വേണ്ടി അവനോട് ഞാൻ പലവട്ടം സംസാരിച്ചതാ. ഇനി അവനോട് ഈ കാര്യം പറഞ്ഞ് ഞാൻ ചെന്നാൽ ചിലപ്പോൾ എന്നോട് പോലും അവൻ മിണ്ടാതെ വരും. അങ്ങനെയൊന്നും ആവില്ല ആന്റി, അവൻ ആന്റിയോട് മിണ്ടാതിരിക്കാനാവില്ല, എനിക്ക് ഉറപ്പാ. ഒരു വട്ടം കൂടി എനിക്ക് വേണ്ടി അവനോടൊന്ന് സംസാരിക്കാം ആന്റി, പ്ലീസ്. അവനെ ഞാൻ സ്നേഹിച്ച് സീരിയസ് ആയിട്ടാ. എന്നോട് മറക്കാൻ പറഞ്ഞാൽ എനിക്കാവില്ല. ഒരുപാട് വാശിയുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അവന് വേണ്ടി എല്ലാം ഞാൻ കളഞ്ഞു. പ്ലീസ് ആന്റി. പ്രിയ കണ്ണു നിറച്ച അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടത് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ശരി, ഒരു വട്ടം കൂടി നിനക്ക് വേണ്ടി ഞാൻ അവനോട് സംസാരിക്കാം, പക്ഷെ ഈ പ്രാവശ്യം അവൻ നിന്നെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ മോളെ എന്നേക്കായിട്ട് അവനെ മറക്കണം, അമ്മ പറഞ്ഞു. പ്രിയ ഞെട്ടി. ആന്റി, നീ എനിക്ക് വാക്കെന്ന് അവനോട് ഇന്ന് തന്നെ ഞാൻ സംസാരിക്കാം. അത് കേട്ടതും പ്രിയ മനസ്സോടെ വാക്ക് കൊടുത്തു. അത് കണ്ടതും അമ്മ ചിരിച്ചുകൊണ്ട് അവിടെ കവിളിൽ തട്ടിക്കൊണ്ട് റൂമിൽ നിന്ന് പോയി. അമ്മ പോയതും പ്രിയ ടേബിളിൽ നിന്ന് ഫോൺ ദേഷ്യത്തിൽ താഴേക്ക് എറിഞ്ഞു. ഇതെന്താ ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത? എനിക്ക് വേണം നന്ദുവിനെ, ആർക്കും കൊടുക്കില്ല. ഉള്ളിൽ കൊണ്ടുവരുന്ന ഞാൻ നന്ദുവിനെ, അതങ്ങനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനല്ല, പ്രിയ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ബെഡിൽ പോയി തലക്ക് കൈയും കൊടുത്തിരുന്നു. ആനന്ദ് ലച്ചുവിനെയും കൊണ്ട് നേരെ ബീച്ചിലേക്കാണ് പോയത്. വണ്ടി ഒരു സൈഡിലായി ഒതുക്കി അവൻ അവളെയും കൊണ്ട് ഇറങ്ങി. ആനന്ദ് മുന്നേ നടന്നു, അവൾ അവന്റെ പുറകെ ചുറ്റും നോക്കിക്കൊണ്ട് നടന്നു. അവൻ അവിടെ ഒരു സ്റ്റെപ്പിലായി ചെന്നിരുന്നു. അവൾ അവൻ്റെ അടുത്ത് കുറച്ച് മാറിയിരുന്നു. കുറച്ചു നേരം പരസ്പരം നോക്കാതെ അവർ ദൂരേക്ക് നോക്കിയിരുന്നു. ലച്ചു ഇടയ്ക്കിടയ്ക്ക് അവനെയും മാറി മാറി നോക്കാൻ തുടങ്ങി. അവനൊന്ന് ആഞ്ഞു ശ്വാസം എടുത്തുകൊണ്ട് അവളോട് സംസാരിക്കാൻ തയ്യാറായി. അവൾക്ക് നേരെ ഇരുന്നു. നിന്നെക്കുറിച്ച് കുറച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു, പക്ഷെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിന്നെക്കുറിച്ച് എല്ലാം നീ തന്നെ പറയണം എന്നോട്, ആനന്ദ് അവളോട് ചോദിച്ചു. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടൻ എന്താ അറിയണ്ട എന്നെ കുറിച്ച്? അത് ചോദിക്ക്, ഞാൻ പറയാം. അതിനാണല്ലോ ഇവിടെ വരെ ഞാൻ തയ്യാറായി വന്നു. കാർത്തികിനെ കുറിച്ച് എനിക്കറിയണം. നിന്റെ ജീവിതത്തിലേക്ക് അവൻ എങ്ങനെയാ കടന്നു വന്നത്? നിങ്ങൾ തമ്മിൽ വിവാഹം വേണ്ടെന്ന് വെച്ച് വീട് വിട്ട് പോരാനുള്ള കാരണം എന്താ?
ആനന്ദ് ചോദിച്ചവളുടെ കണ്ണു നിറഞ്ഞു. അത് മറച്ചുകൊണ്ട് അവന്റെ മുന്നിൽ പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവളൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാം അന്വേഷിച്ചല്ലേ? ഞാൻ കള്ളിയാണെന്ന് കരുതിയാണോ? ലച്ചു അവന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഒരിക്കലും അല്ല. അങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ഇപ്പം നിൽക്കില്ലായിരുന്നു. ഞാൻ പോയത് കാർത്തികിനെ കുറിച്ച് അറിയാനാ. എന്നിട്ട് എന്തെങ്കിലും അറിഞ്ഞോ? ഏറെക്കുറെ. ബാക്കി നീ പറയണം. അവൻ പറഞ്ഞു. ലച്ചു അവന്റെ മുഖത്തുനിന്ന് കണ്ണു മാറ്റി ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കെന്നെ സ്വന്തം കാർത്തികേട്ടനായിരുന്നു. പക്ഷെ ഇന്ന് ആ വിളിക്ക് പോലെ അയാൾ അർഹനല്ല. അവൾ അത് പറഞ്ഞ് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. ആനന്ദ് അവൾ പറയാൻ പോകുന്ന കേൾക്കാൻ തയ്യാറെന്ന പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോനാ. മുത്തശ്ശിയുടെ അച്ചാച്ചൻ്റെ മരണശേഷം സാധാരണ പോലെ വീട് അച്ഛനാണ് കിട്ടിയത്. കാർത്തികേട്ടനും ഗൗരിയമ്മക്കൊക്കെ വീടുണ്ടെങ്കിലും അവരുടെ അച്ഛനും അമ്മയോർക്കുന്ന മണ്ണായതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിശ്ച ആ വീട്ടിലാണ് താമസം. അച്ഛനും അമ്മയ്ക്കും ഏട്ടനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഞാൻ കഴിഞ്ഞാൽ അവർ രണ്ടും ജീവനായി സ്നേഹിച്ചിരുന്നത് ഏട്ടന് മാത്രമായിരുന്നു. ഏട്ടന് തിരിച്ചുപോയ ഇഷ്ടം അച്ഛനോടും അമ്മയോടും ഉണ്ടായിരുന്നു. പക്ഷെ എന്നോട് കുഞ്ഞിലെ മുതൽ ഏട്ടന് ദേഷ്യം വെറുപ്പൊക്കെ ആയിരുന്നു. എന്നോട് മിണ്ടില്ല, കളിക്കാൻ കൂടില്ല, എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുന്ന ഒരാൾ മാത്രമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഞാൻ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. പക്ഷേ ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹം കഴിഞ്ഞ് 3 വർഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ജനിച്ച്. പക്ഷേ ഗൗരിയമ്മക്ക് വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനെ കിട്ടി. അതിനൊക്കെ ശേഷം ഞാൻ ജനിക്കുന്നത്. സത്യത്തിൽ ഏട്ടൻ എന്നോട് മിണ്ടാറ് കൂടി ഇല്ലായിരുന്നു. ആരും കാണാത്ത പിന്നെ ഒരുപാട് ഉപദ്രവിക്കായിരുന്നു. ഞാനത് ആരോടും പറഞ്ഞില്ല. ഞാൻ 8-ലായപ്പോഴാണ് ഏട്ടൻ 10 കഴിഞ്ഞ് ഇവിടെ നിന്ന് പഠിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ശങ്കർ മാമനോട് പറഞ്ഞ് മാമൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തിൽ വിദേശത്ത് പോയത്. പിന്നീട് ഞാൻ ഏട്ടനെ കാണുന്ന 5 വർഷം കഴിഞ്ഞാൽ. ഇതിനിടയിൽ പലവട്ടം ഏട്ടൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എങ്കിലും എന്നോട് മാത്രം സംസാരിക്കില്ലായിരുന്നു. ഏട്ടന് ദേഷ്യമായിരുന്നു എന്നോട്. എന്തിനാന്ന് എനിക്കറിയില്ല. പിന്നീട് ഏട്ടൻ അവിടെ മതിയാക്കി ഇവിടുന്ന് PG ആണെന്ന് പറഞ്ഞ നാട്ടിലേക്ക് വന്നു. അന്ന് ഞാൻ 2nd ഇയർ ആയിരുന്നു. എന്നാൽ തിരിച്ചു വന്ന ഏട്ടൻ്റെ മാറ്റം എന്നെ ഒരുപാട് അതിശയിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. ലച്ചു പഴയ ഓർമ്മകളിലേക്ക് കടന്നുപോയി. അമ്മേ, ഉണ്ണിയപ്പാർക്കാ? ലച്ചു രാധിക ചുട്ടുവെച്ച പാത്രത്തിൽ നിന്ന് കൈയിട്ടെടുത്തുകൊണ്ട് ചോദിച്ചു. രാധിക ലച്ചുവിന്റെ കയ്യിൽ തട്ടി. ഇത് നിനക്കല്ല, മോനുള്ളതാ. ഏത് കോലത്തിൽ അവിടുന്ന് വരുന്നതെന്ന് അറിയില്ലല്ലോ. വർഷം 5 ആയില്ലേ. അവന് ഉണ്ണിയപ്പെന്ന് ഒരുപാട് ഇഷ്ടമാണ്. അവരതും പറഞ്ഞ് ജോലി ഉടർന്നു. എന്നോട് ഏട്ടന് ദേഷ്യമാണെങ്കിലും അമ്മയ്ക്കും അച്ഛനും ജീവനാണല്ലോ. എന്നെ ആർക്കും വേണ്ടാത്തേ. എനിക്കൊന്നും വേണ്ട, കൊണ്ടുകൊടുക്കും മോന്. ലച്ചു അതും പറഞ്ഞ് കയ്യിൽ നിന്ന് ഉണ്ണിയപ്പം തിരിച്ചിട്ട് പുറത്തേക്ക് പോകാൻ പോയതും അമ്മയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ അമ്മയെ നോക്കി. അവന് നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും ഗൗരിയും ശങ്കരേട്ടനും നിന്നെ സ്നേഹിക്കുന്നില്ലേ? പിന്നെ ചെറിയ പ്രായത്തിലെ പിള്ളേർക്ക് തമ്മിൽ പിണക്കമൊക്കെ സാധാരണയാണ്. ഇപ്പൊ അവൻ വലുതായില്ലേ. ഇനി ആ പിണക്കൊന്നും കാണില്ല, നീ നോയിക്കോ. അമ്മ അവിടെ കവിളിൽ തട്ടി പറഞ്ഞു. ലച്ചു അത് കേട്ട് ചിരിച്ചു. എന്താ ഇവിടെ രണ്ടും കൂടി ഒരു ആലോചന? ഗൗരി ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്ന് ലച്ചുവിനെ തോൾ കൈയിട്ടോട് ചോദിച്ചു. ഗൗരി അമ്മയുടെ മോൻ എന്നോട് മിണ്ടാൻ വലിയ പാടാണല്ലോ. ഞാൻ എന്ത് ചെയ്തിട്ടാ ഏട്ടൻ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? എനിക്ക് നല്ല വിഷമമുണ്ട്. ലച്ചു പറഞ്ഞു. രാധിക ഗൗരിയെ നോക്കിയതും ഗൗരി അവർക്ക് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ലച്ചുവിനോട് പറഞ്ഞു. അതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ അല്ലേ മോളെ. മോളാന്നോർത്ത് വിഷമിക്കേണ്ട. ഇനി അവരങ്ങനെയൊന്നും പെരുമാറില്ല. ഇപ്പൊ വളർന്നില്ലേ. ഇനിയിപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് അടക്കാൻ നിങ്ങൾ രണ്ടും കുട്ടികളല്ലല്ലോ. അവനതൊക്കെ മറന്നു കാണും. അതുകൊണ്ടല്ലേ മോൾക്ക് എന്തോ സർപ്രൈസും കൊണ്ടാവാൻ വരുന്നത്. ഗൗരി പറഞ്ഞു. ലച്ചുവിന്റെ കണ്ണു വിടർന്നു. സർപ്രൈസോ? ദേ ഗൗരിയമ്മേ, എന്നെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഏട്ടൻ വരുമ്പോൾ പഴയതുപോലെയാണെങ്കിൽ അതെനിക്ക് ഒരുപാട് സങ്കടമാവും. ഞാൻ മോളോട് ഇന്നേവരെ എന്തെങ്കിലും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഈ കാര്യത്തിൽ ഏതെങ്കിലും അങ്ങനെ തന്നെയാണ്. ഗൗരി അമ്മയെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. ഇനി അവൻ നിനക്ക് എന്നും നീ ആഗ്രഹിച്ച പോലെ സ്നേഹമുള്ള കാർത്തികേട്ടനായിരിക്കും പോരെ? ഗൗരി പറഞ്ഞു. ലച്ചോതയായിട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നാ പിന്നെ ഈ വേഷമൊക്കെ മാറ്റിയൊരുക്കി നിൽക്ക്. നാളുകൾക്ക് ശേഷം കാണുമല്ലേ നിന്നെ. ഗൗരി പറഞ്ഞു. ലച്ചു സ്വയം ഒന്ന് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി. രാധികയെടുത്ത് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. കാർത്തി പഴയതുപോലെ അവളെ വേദനിപ്പിക്കില്ല. ഞാൻ പറഞ്ഞത് സത്യ. ലച്ചു പോയതും ഗൗരി രാധികയോട് പറഞ്ഞു. എങ്ങനെയായാലും മോൻ ഇവനോടുള്ള ദേഷ്യം കുറഞ്ഞാൽ മതിയായിരുന്നു. രാധിക ദുഃഖത്തോടെ പറഞ്ഞു. അതൊക്കെ മാറൂന്നേ. പിന്നെ ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാണ്ട് ഏടത്തി പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അവൻ കുറെ നാളുകൾക്ക് ശേഷം നേരിട്ട് കാണുന്നല്ലേ. ഇങ്ങനെ നിന്നാലെങ്ങനെയാ? ഗൗരി അതും പറഞ്ഞ് രാധികയെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഗൗരി ബാക്കി ജോലി ഒതുക്കി ഹാളിലേക്ക് പോയി. ഗിരിയും ശങ്കറും കാർത്തിക് കാത്ത് ഉമ്മറത്തിരിക്കുകയാണ്. എൻ്റെ ദേവി, ഏട്ടൻ എന്നോടുള്ള ദേഷ്യം മാറ്റി തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യാം. കൈവിടല്ലേ പ്ലീസ്. ലച്ചു ഒരുങ്ങിക്കഴിഞ്ഞതും കണ്ണാടിയിൽ നോക്കി നെറ്റിയിൽ പൊട്ടുവെച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയെങ്കിലും ഒരു മാറ്റം വരുത്തണേ. എന്നെ സ്നേഹിക്കുന്ന ഏട്ടനാക്കി നീ എനിക്ക് തിരിച്ചു തരണേ. ഇനിയും എന്നെ വിഷമിപ്പിക്കല്ലേ പ്ലീസ്. മനസ്സിൽ ദേവിയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ലച്ചു ഹാളിലേക്ക് ചെന്നു. സുന്ദരിയായല്ലോ മോളെ നീ. ഗൗരി അവളെ കണ്ടത് അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടത് അവൾ ചിരിച്ചു. മുറ്റത്ത് വണ്ടി നിൽക്കുന്ന സൗണ്ട് കേട്ടതും ഗൗരി അവളെയും കുട്ടി ഉമ്മറത്തേക്ക് ചെന്നു. അപ്പോഴേക്കും രാധികയെ എത്തിയിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങുന്ന കാർത്തിക് കണ്ടതും ലച്ചുവിൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും അവനെ കണ്ട സന്തോഷത്തിൽ അവൻ്റെ ഒരു നോട്ടത്തിനായി അവൾ കാത്തു നിന്നു. അച്ഛന്മാർ 2 മണി കുശലാന്വേഷണമൊക്കെ നടത്തി അവനെയും കൊണ്ട് അകത്തേക്ക് വന്നു. ഗൗരി താലെടുത്തുകൊണ്ട് വന്ന് അവനെ ഒഴിഞ്ഞു. അത് കണ്ടതും ലച്ചു അവനെ തന്നെ നോക്കി നിന്നു.
അവനകത്തേക്ക് കയറിയതും അവന്റെ കണ്ണുകൾ സൈഡിലായി ഒതുങ്ങി നിൽക്കുന്ന ലച്ചുവിന്റെ മേലേക്ക് പതിച്ചു. അത് കണ്ടതും അവൾ ചെറിയൊരു പേടിയോടെ സൈഡിലേക്ക് മറിഞ്ഞു നിന്നു. അത് കണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവന്റെ ചിരി കണ്ടതും ലച്ചു വിശ്വാസം വരാൻ ഞെട്ടി അവനെ തന്നെ നോക്കി. പിന്നീട് അതൊരു സന്തോഷത്തിലേക്ക് വഴിമാറി. ആദ്യമായി അവൻ അവളെ നോക്കി ചിരിച്ചു കണ്ട് ലച്ചു മതിമറന്ന് സന്തോഷിച്ചുകൊണ്ട് അവരുടെ പുറകെ അകത്തേക്ക് നടന്നു. ലച്ചു ഹാളിൽ നിന്ന് ശങ്കരനോടും ഗിരിയോടും സംസാരിക്കുന്ന കാർത്തിയെ നോക്കിയിട്ട് കിച്ചണിലേക്ക് ചെന്നു. അവിടെ ഗൗരി അവനുള്ള ഉണ്ണിയപ്പെടുത്ത് വെക്കുകയായിരുന്നു. ലച്ചു അടുത്തു വന്നിരുന്നു ഗൗരി അവളെ നോക്കി. അവളുടെ മുഖത്തെ സന്തോഷം കണ്ടതും ഗൗരി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, എന്തു പറ്റി? നേരത്തെ വരെ പേടിച്ചിരുന്ന മുഖത്ത് ഇപ്പൊ തെളിച്ചൊക്കെ വന്നല്ലോ, കാർത്തിയെ കണ്ടിട്ടാണോ? അവർ കളിയായിക്കൊണ്ട് ചോദിച്ചു. ഏട്ടൻ എന്നെ നോക്കി ചിരിച്ചു. എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം എനിക്കിപ്പോ, ലച്ചു പറഞ്ഞു. ഗൗരി വിശ്വാസം വരാതെ ആശ്ചര്യത്തോടെ അവളെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.